നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. പ്രൊഫഷണൽ മാനേജറെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. മറ്റൊരാളുടെ സിനിമ നല്ലതാണെന്ന് പോസ്റ്റിട്ടതിനായിരുന്നു മർദ്ദനമെന്നാണ് മൊഴി. ഉണ്ണി മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാറിന്റേതാണ് പരാതി. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയാണ് പരാതി ലഭിച്ചത്. മാനേജറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തു. മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനുമാണ് കേസ്. വേറെ സിനിമയ്ക്ക് നല്ല റിവ്യൂ ഇട്ടതിനാണ് മർദ്ദനമെന്നാണ് മാനേജറുടെ മൊഴി. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രം വിജയമായിരുന്നു. ഇതിനു പിന്നാലെ ഇറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയമായി. ഇതിന്റെ മനോവിഷമത്തിലിരിക്കെയാണ് മാനേജർ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഇട്ടത്. ഇതാണ് ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിച്ചതെന്നും അസഭ്യം പറഞ്ഞ് മർദ്ദിക്കാൻ കാരണമെന്നും മൊഴിയിൽ പറയുന്നു. ഉണ്ണി മുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഗെറ്റ് ബേബി പരാജയപ്പെട്ടു. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും മാനേജർ പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ ഇന്ന് ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്തേക്കും. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിൽ മുൻപ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തിരുന്നു. കേസ് ഒത്തുതീർപ്പായതിനെ തുടർന്ന് 2023 ഹൈക്കോടതി FIR റദ്ദാക്കിയിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.